ഹായ് ഓൾ, വെൽക്കം ടു ഈ പഠിപ്പുര. ഇന്ന് നമ്മൾ LDCയുമായി ബന്ധപ്പെട്ട് LDC ഫോക്കസ് ചെയ്തുകൊണ്ട് PYQ സീരീസ് ബയോളജിയുടെ 4ാമത്തെ പാർട്ടാണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സമയം കളയണ്ട, നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. നമ്മുടെ ഈ ചോദ്യവും അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ഫാക്ട്സും നമുക്ക് ഡിസ്കസ് ചെയ്ത് മുന്നോട്ട് പോവാം. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലം കോർണിയ അദാര്യമായി തീരുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരെന്താണ്? ഓപ്ഷൻ എ നിശാന്തത എന്ന് പറയുന്നു, ഓപ്ഷൻ ബി ഗ്ലോക്കോമ, ഓപ്ഷൻ സി തിമിരം, ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് സിറോഫ്താൽമിയ. പെട്ടെന്ന് ആൻസർ പറയുക, നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലം കോർണിയ അദാര്യമായി തീരുന്ന അവസ്ഥ എന്താണ്? നിശാന്തതയാണോ, ഗ്ലോക്കോമയാണോ, തിമിരമാണോ, സിറോഫ്താൽമിയാണോ? ഇവിടെ നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് സിറോഫ്താൽമിയ ആണ്. മറക്കണ്ട, സിറോഫ്താൽമിയ. വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലം നിന്റെ കണ്ണ് ഡ്രൈ ആയി പോകുന്ന ഒരു കണ്ടീഷൻ വരും. ആ കണ്ണ് ഡ്രൈ ആയി പോകുന്നതിന്റെ ഫലമായിട്ട് നിന്റെ കോർണിയ കുറെ കഴിയുമ്പോൾ അദാര്യമായി മാറും. ആ കണ്ടീഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സിറോഫ്താൽമിയ എന്ന് വിളിക്കുന്നത്. നമ്മുടെ കണ്ണ് രാത്രി കണ്ണ് കാണാൻ പറ്റാത്ത അവസ്ഥയ്ക്ക് അല്ലെങ്കിൽ ഇരുണ്ട വെളിച്ചത്തിൽ കാഴ്ച സാധ്യമാകാത്ത അവസ്ഥയ്ക്ക് നമ്മൾ പറയുന്ന പേരാണ് നിശാന്തത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് വിളിക്കാം. അതുമല്ലെങ്കിൽ ഒരു പുതിയ പേര് പഠിച്ചു വെച്ചോ, നക്ടലോപ്പിയ. നിശാന്തതയുടെ സയന്റിഫിക് നെയിം എന്താണ് മക്കളെ? നക്ടലോപ്പിയ. PYQ ആണ്, പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്, പഠിച്ചു വെച്ചോ. നിശാന്തതയുടെ മറ്റൊരു പേരെന്താണ്? നക്ടലോപ്പിയ എന്നറിയപ്പെടുന്നു. സിറോഫ്താൽമിയ എന്ന് പറയുമ്പോൾ കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കപ്പെടാതെ കണ്ണ് ഡ്രൈ ആയി പോകുന്ന കണ്ടീഷനെയാണ് സിറോഫ്താൽമിയ എന്ന് പറയുന്നത്. ആ കണ്ണ് ഡ്രൈ ആയി പോകുന്ന കണ്ടീഷൻ പതുക്കെ പതുക്കെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ കോർണിയ അദാര്യമായി തീരുന്ന ഒരു കണ്ടീഷനിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുമെന്നത് മറക്കരുത്. ഇനി സിറോഫ്താൽമിയെ കുറിച്ച് പറഞ്ഞാൽ വിറ്റാമിൻ A2 അപര്യാപ്തതാ രോഗം ഏത് എന്നൊരിക്കൽ പരീക്ഷയ്ക്ക് ചോദിച്ചു. അതാണ് സിറോഫ്താൽമിയ എന്ന് പറയുന്നത്. വിറ്റാമിൻ A2 സയന്റിഫിക് നെയിം എന്താണ് മക്കളെ? ഡീഹൈഡ്രോക്സി റെറ്റിനോൾ എന്ന് വിളിക്കാം. വിറ്റാമിൻ A2 അപര്യാപ്തത സിറോഫ്താൽമിയ. വിറ്റാമിൻ A2 സയന്റിഫിക് നെയിം ചോദിച്ചാൽ ഡീഹൈഡ്രോക്സി റെറ്റിനോൾ എന്ന് നമുക്ക് വിളിക്കാം. ഡീഹൈഡ്രോക്സി റെറ്റിനോൾ. റോഡ് കോശങ്ങൾക്ക് പ്രകാശത്തോട് പ്രതികരിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നിശാന്തത എന്ന് വിളിക്കുന്നത്. റോഡ് കോശങ്ങൾക്ക് പ്രകാശത്തോട് അല്ലെങ്കിൽ മങ്ങിയ പ്രകാശത്തോട് പ്രതികരിക്കാൻ കഴിയാത്ത കണ്ടീഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നിശാന്തത എന്ന് പറയുന്നത്. വിറ്റാമിൻ എയുടെ 2 അപര്യാപ്തത ഈ 4 ഓപ്ഷനിൽ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ നിശാന്തതയും സിറോഫ്താൽമിയും മാത്രമേ ഉള്ളൂ എന്നതും അവിടെ നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കുക. ഓക്കെ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയെങ്കിൽ വിറ്റാമിൻ എയുടെ പേര് നമ്മൾ പറഞ്ഞു റെറ്റിനോൾ എന്നും വിറ്റാമിൻ A2 പേര് ഡീഹൈഡ്രോക്സി റെറ്റിനോൾ എന്നും വിളിക്കാം. ഇത്രയും പോയിന്റ് ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഇനി കണ്ണിനുണ്ടാവുന്ന മർദ്ദം, അതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഗ്ലോക്കോമ എന്ന് പറയുന്നത് അല്ലെ. കണ്ണിനുണ്ടാവുന്ന മർദ്ദത്തിന് പറയുന്ന പേരാണ് ഗ്ലോക്കോമ എന്ന് പറയുന്നത്. ലെൻസ് അദാര്യമായി തീരുന്ന കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് തിമിരം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇത് 4ന്റെയും കൃത്യമായിട്ടുള്ള പോയിന്റുകൾ പറഞ്ഞിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുന്നു. ഹരിത കേരള മിഷൻ ഊന്നൽ നൽകാത്ത മേഖല ഏതാണ്? ജലസംരക്ഷണമാണോ, ശുചിത്വമാണോ, വനവൽക്കരണമാണോ, അതോ കൃഷിയാണോ? ഹരിത കേരള മിഷൻ ഊന്നൽ നൽകാത്ത മേഖല ഏത് എന്നാണ് ചോദ്യം. ഹരിത കേരള മിഷൻ ഊന്നൽ നൽകാത്ത മേഖല എന്ന് പറയുന്നത് വനവൽക്കരണമാണ്. ഓപ്ഷൻ സി ആണ് അവിടെ നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. നമ്മുടെ റൈറ്റ് ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ്. കൃഷി, അതുപോലെ ജലസംരക്ഷണം, അതുപോലെ ശുചിത്വം, ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഹരിത കേരളം മിഷൻ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? കൃഷിയുണ്ട്, അതുപോലെ ജലസംരക്ഷണമുണ്ട്, അതുപോലെ ശുചിത്വമുണ്ട്. ഇതൊക്കെ ലക്ഷ്യമാക്കി നമ്മുടെ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഹരിത കേരള മിഷൻ എന്ന് പറയുന്നത്. 2016 ഡിസംബർ 8-ാം തീയതിയാണ് ഇത് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. മുഖ്യമന്ത്രിയായ പിണറായി വിജയനാണ് അത് ഉദ്ഘാടനം ചെയ്തത്. 2016 ഡിസംബർ 8. മറക്കരുത്, ആ ഡേറ്റ് ഓർത്ത് വെച്ചിരിക്കണേ. ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസിലൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ ഈ ഹരിത കേരള പദ്ധതിയുടെ അധ്യക്ഷൻ ആരാണ് എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ തന്നെയാണ് അതിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. ഹരിത കേരള മിഷന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ആരാണ്? പിണറായി വിജയൻ തന്നെയാണ്. ഈ ഹരിത കേരള മിഷൻ അതുമായി ബന്ധപ്പെട്ട് അതിന്റെ ഉപദൗത്യങ്ങൾ എന്ത് എന്ന് ഒരിക്കൽ പരീക്ഷയ്ക്ക് ചോദിച്ചതിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഹരിത കേരള മിഷന്റെ ഉപദൗത്യങ്ങൾ എന്ന് പറയുന്നത് ഒന്നാമത്തത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ശുചിത്വ മാലിന്യ സംസ്കരണം. ഹരിത കേരള മിഷന്റെ ഉപദൗത്യങ്ങളിൽ ഒന്ന് ശുചിത്വ മാലിന്യ സംസ്കരണമാണ് എങ്കിൽ 2 കൃഷി നമ്മൾ പറഞ്ഞില്ലേ. എന്ത് കൃഷി? ജൈവ കൃഷിക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു കൃഷിയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ അവന്റെ ഉപദൗത്യം എന്താണ്?
കൃഷിയാണ് പ്രാധാന്യമെങ്കിലും അവിടെയും ജൈവ കൃഷിക്ക് പ്രാധാന്യം കൊടുക്കുക. മൂന്നാമത്തത് ജലസംരക്ഷണം എന്ന് പറയുമ്പോൾ അവിടെ ജലസംരക്ഷണത്തിൽ ഊന്നൽ കൊടുക്കുന്നത് ജലസമൃദ്ധിയാണ്. മഴക്കുഴികൾ വഴിയുമൊക്കെ നമ്മുടെ മണ്ണിലേക്ക് ജലത്തെ കൂടുതലായിട്ട് ഇറക്കുക എന്ന ഒരു ദൗത്യം. ഇതാണ് ഹരിത കേരള മിഷന്റെ ഉപദൗത്യങ്ങൾ എന്ന് പറയുന്നത്. പോയിന്റ് ക്ലിയർ ആണല്ലോ. അപ്പൊ ഹരിത കേരള മിഷന്റെ ഉപദൗത്യങ്ങൾ ഏതൊക്കെ എന്ന് ചോദിച്ചാൽ ഈ പറയുന്ന 3 പേരുമാണ്. അടുത്ത ചോദ്യം, ദഹനരസത്തിൽ രാസാഗ്നികളൊന്നുമില്ലാത്ത ദഹനഗ്രന്ഥി ഏതാണ്? ദഹനരസത്തിൽ രാസാഗ്നികളൊന്നുമില്ലാത്ത ദഹനഗ്രന്ഥി ഏത്? ഓപ്ഷൻ എ കരളുണ്ട്, ഓപ്ഷൻ ബി ആഗ്നേയഗ്രന്ഥി ഉണ്ട്, ഓപ്ഷൻ സി ആമാശയഗ്രന്ഥി ഉണ്ട്, ഓപ്ഷൻ ഡി ഉമിനീർ ഗ്രന്ഥി ഉണ്ട്. സാധാരണ പരീക്ഷകൾക്ക് ചോദിക്കുന്നത് ദഹനരസത്തിൽ, അതായത് എൻസൈം അല്ലെങ്കിൽ രാസാഗ്നി ഇല്ലാത്ത ദഹനരസം ഏത് എന്നാണ് സാധാരണ ചോദിക്കാറുള്ളത്. പക്ഷെ PSC ഒരല്പം മാറ്റി ചോദിച്ചു, അത്രയേ ഉള്ളൂ. നമുക്ക് ആദ്യം അതിന്റെ കുറച്ച് പോയിന്റ്സ് ഒന്ന് പറയാം. അതായത് നമുക്ക് ദഹനരസങ്ങൾ എന്ന് പറയുന്നത് 5ആണ്. ഒന്ന് ഉമിനീര്, രണ്ടാമത്തത് ആമാശയരസം, മൂന്നാമത്തത് പിത്തരസം, നാലാമത്തത് ആഗ്നേയരസം, അഞ്ചാമത്തത് ആന്ത്രരസം അല്ലെങ്കിൽ ഇൻഡസ്റ്റൈനൽ ജ്യൂസ് എന്ന് വിളിക്കാം. അപ്പോ ഉമിനീർ ഉൽപ്പാദിപ്പിക്കുന്നത് ഉമിനീർ ഗ്രന്ഥിയാണ്, ആമാശയരസം ഉൽപ്പാദിപ്പിക്കുന്നത് ആമാശയ ഗ്രന്ഥിയാണ്, പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നത് കരളാണ്, ആഗ്നേയരസം ഉൽപ്പാദിപ്പിക്കുന്നത് ആഗ്നേയ ഗ്രന്ഥിയാണ്, അതുപോലെ ഇൻഡസ്റ്റൈനൽ ജ്യൂസ് അല്ലെങ്കിൽ ആന്ത്രരസം ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മുടെ ചെറുകുടലിലെ ചെറിയ ഗ്രന്ഥികളാണ്. ഈ 5 ദഹനരസങ്ങളിൽ പിത്തരസത്തിൽ എന്തില്ല? എൻസൈം ഇല്ല. അപ്പൊ എൻസൈം ഇല്ലാത്ത അല്ലെങ്കിൽ രാസാഗ്നികൾ ഇല്ലാത്ത ദഹനരസം ഏത് എന്ന് ചോദിച്ചാൽ അത് പിത്തരസമാണ്. പിത്തരസത്തിൽ ഇല്ലാത്ത എൻസൈം ഏത് എന്ന് പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നത് ആര് എന്ന് ചോദിച്ചാൽ കരളാണ്. സോ നമ്മുടെ ഇവിടത്തെ ആൻസർ എന്ന് പറയുന്നത് എന്താണടാ? കരളാണ് ശരിയായ ആൻസർ അല്ലെ. ദഹനരസത്തിൽ രാസാഗ്നികളൊന്നുമില്ലാത്ത ദഹനഗ്രന്ഥി ഏത് എന്ന് ചോദിച്ചാൽ അവിടെ നമ്മുടെ ഉത്തരം എന്താണ്? കരൾ. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുന്നു. രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് കുറയുന്നത് മൂലം ഉണ്ടാകുന്ന രോഗമേത്? ടെറ്റനസ്, ടെറ്റനി, ഡിഫ്തീരിയ, ക്ഷയം. എന്താണ്ടാ? ടെറ്റനസ്, ടെറ്റനി, ഡിഫ്തീരിയ, ക്ഷയം. നമ്മുടെ ചോദ്യം അന്ന് ആലോചിച്ചിട്ട് പെട്ടെന്ന് അതിന്റെ ആൻസർ എന്നിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇടയ്ക്കിടയ്ക്ക് പരീക്ഷകൾക്ക് ചോദിക്കും. ഇവിടെ നമ്മുടെ കറക്റ്റ് ആയിട്ട് ആൻസർ എന്ന് പറയുന്നത് ഏതാണ്ടാ? ടെറ്റനിയാണ് കേട്ടോ. ഏതാണ്? ടെറ്റനി. ടെറ്റനസ്, ടെറ്റനി ഇത് രണ്ടും എന്ത് ചെയ്യരുത്? മാറിപ്പോകരുത്. ഒരു കാര്യം ശ്രദ്ധിക്കണേ, നമ്മുടെ രക്തത്തില് കാൽസ്യത്തിന്റെ അളവ് 9നും 11 മില്ലിഗ്രാമിന്റെയും ഇടയ്ക്കാണ്. 100 മില്ലി ലിറ്റർ. അതായത് ഒരാളുടെ രക്തത്തിലെ നോർമൽ കാൽസ്യത്തിന്റെ അളവ് എന്ന് പറയുന്നത് 9-11 മില്ലിഗ്രാം ആണ്. രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് കുറയുന്ന കണ്ടീഷനിൽ അത് കൂടാൻ സഹായിക്കുന്ന ഹോർമോണാണ് പാരാതൈറോയ്ഡ് ഹോർമോൺ അല്ലെങ്കിൽ പാരാതോർമോൺ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ വൃക്കയിലെ നെഫ്രോണിൽ നിന്നും തിരിച്ചെടുക്കുക, അതുപോലെ നമ്മുടെ എല്ലിൽ നിന്നും അല്ലെങ്കിൽ അസ്ഥികളിൽ നിന്നും തിരിച്ചെടുക്കുക, അതുപോലെ നിന്റെ കുടലിൽ എത്തുന്ന നീ ഭക്ഷണം കഴിച്ച് കുടലിലെത്തുന്ന കാൽസ്യത്തെ പുനരാകിരണം ചെയ്ത് അല്ലെങ്കിൽ ആകിരണം ചെയ്ത് രക്തത്തിലെത്തിക്കുക. ഇത്തരം ദൗത്യമാണ് പാരാതോർമോൺ ചെയ്യുന്നത്. അതായത് പാരാതോർമോൺ എപ്പോഴാ വരുന്നത്? രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് കുറയുമ്പോൾ വരുന്നു. വന്നിട്ട് എന്തൊക്കെ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് പെട്ടെന്ന് പറയാം. വൃക്കകളിൽ നിന്നും അസ്ഥികളിൽ നിന്നും അതുപോലെ കുടലിൽ നിന്നും നിന്റെ രക്തത്തിലേക്ക് ആവശ്യത്തിന് എന്തിനെ എടുക്കുക? കാൽസ്യത്തെ എടുക്കുക. അങ്ങനെ രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് നോർമലാക്കുന്നു. അപ്പൊ രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് കൂട്ടാൻ സഹായിക്കുന്ന ഹോർമോൺ പാരാതൈറോയ്ഡ് ഹോർമോൺ എപ്പോ വരുന്നു? കാൽസ്യത്തിന്റെ അളവ് കുറയുമ്പോ. അപ്പൊ കാൽസ്യത്തിന്റെ അളവ് കുറയുമ്പോ വരേണ്ട പാരാതോർമോൺ വന്നില്ലെങ്കിൽ അതിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന അസുഖത്തിന്റെ പേരാണ് ടെറ്റനി എന്ന് പറയുന്നത്. അപ്പൊ രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് കുറയുമ്പോ നോർമലായിട്ട് ആര് വരണം? പാരാതൈറോയ്ഡ് ഹോർമോൺ അല്ലെങ്കിൽ പാരാതോർമോൺ വരണം. എന്നാൽ അത് വന്നില്ല എങ്കിൽ അപ്പൊ പാരാതോർമോണിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന അസുഖമാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ടെറ്റനി. അതായത് ടെറ്റനി ബാധിക്കുന്നത് എവിടെ എന്ന് ചോദിച്ചാൽ അത് പേശികളെയാണ് ടെറ്റനി ബാധിക്കുന്നത്. മറക്കണ്ട, ടെറ്റനി ബാധിക്കുന്നത് എവിടെയാണ്ട? പേശിയെ ബാധിക്കുന്ന അസുഖമാണ് എന്തെന്ന് പറയുന്നത്? ടെറ്റനി എന്ന് പറയുന്നത്. ഇനി അതുപോലെ ടെറ്റനസ് എന്ന് പറയുന്നത് എന്താണ്ട? ബാക്ടീരിയ പരത്തുന്ന അസുഖമാണ് ടെറ്റനസ് എന്ന് പറയുന്നത്. ക്ലോസ്ട്രീഡിയം ടെറ്റനി എന്ന് പറയുന്ന ബാക്ടീരിയ പരത്തുന്ന അസുഖമാണ് ടെറ്റനസ് എന്ന് പറയുന്നത് അല്ലെ. ഡിഫ്തീരിയയും അതുപോലെ ഒരു ബാക്ടീരിയ പരത്തുന്ന രോഗമാണ്. നമ്മൾ തൊണ്ടമുള്ള എന്നറിയപ്പെടുന്ന അസുഖമാണ് ഡിഫ്തീരിയ എന്ന് പറയുന്നത്.
അതുപോലെ ക്ഷയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ക്ഷയം എന്ന് പറയുന്നത് മാർച്ച് 24 ക്ഷയരോഗ ദിനമായിട്ട് നമ്മൾ ആചരിക്കാറുണ്ട് അല്ലെ. മാർച്ച് 24 ക്ഷയരോഗ ദിനമാണ്. അതുപോലെ ക്ഷയരോഗവുമായി ബന്ധപ്പെട്ട് ഓർക്കാം, ക്ഷയരോഗം പ്രധാനമായും ബാധിക്കുന്ന ഒരു ശരീരഭാഗം ശ്വാസകോശമാണ്. മറ്റു പല ശരീരഭാഗത്തെയും ക്ഷയം ബാധിക്കുന്നുണ്ട്, നമ്മുടെ സ്കിന്നിനെ ബാധിക്കുന്നുണ്ട്, അസ്ഥിയൊക്കെ ബാധിക്കുന്നുണ്ട്. പക്ഷേ ക്ഷയരോഗം പ്രധാനമായും ബാധിക്കുന്ന ശരീരഭാഗമായിട്ട് നമുക്ക് ശ്വാസകോശത്തെ പറയാം. ക്ഷയരോഗവുമായി ബന്ധപ്പെട്ട് പെട്ടെന്ന് നമുക്ക് പറയാവുന്ന പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണെങ്കിൽ ക്ഷയത്തെ പ്രതിരോധിക്കാൻ ഉപയോഗിക്കുന്ന വാക്സിൻ ഏതെന്ന് ചോദിച്ചാൽ അത് BCG ആണ്. ഒരു കുഞ്ഞിന് ജനിക്കുമ്പോൾ ആദ്യമായിട്ട് കൊടുക്കുന്ന വാക്സിൻ ഏത് എന്ന് ചോദിച്ചാൽ അതും BCG ആണ്, മറക്കരുത്. TBയുടെ വാക്സിനാണ് എന്തെന്ന് പറയുന്നത്, BCG എന്ന് പറയുന്നത്. അതുപോലെ ഡോട്ട്സ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഡോട്ട്സ് എന്ന് പറയുന്ന ടെസ്റ്റ് ക്ഷയരോഗവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് ക്ഷയരോഗവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഡോട്ട്സ് എന്ന് പറയുന്ന ട്രീറ്റ്മെന്റ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അത് ക്ഷയരോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ഓർത്തു വെച്ചിരിക്കുക. ക്ലിയർ അല്ലേ? അതുപോലെ ഈ ഡിഫ്തീരിയ ബാധിക്കുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ തൊണ്ടമുള്ളെന്ന് പറയുമ്പോൾ ഡിഫ്തീരിയ ബാധിക്കുന്നത് തൊണ്ട എന്ന ഒരു കൺസെപ്റ്റിലോട്ട് ചാടിക്കയറി പറഞ്ഞു കളയരുത്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മൂക്ക്, നമ്മുടെ തൊണ്ട, ഇത് രണ്ടുമുണ്ട്. ഈ രണ്ട് ഭാഗങ്ങളിലെയും ശ്ലേഷ്മ സ്ഥലത്തെയാണ് എന്ത് ബാധിക്കുന്നത്, ഡിഫ്തീരിയ ബാധിക്കുന്നത്. അപ്പൊ മൂക്ക്, തൊണ്ട എന്നീ ഭാഗങ്ങളിലെ ശ്ലേഷ്മ സ്ഥലത്ത് നിങ്ങളുടെ SCERT ബുക്കിനകത്ത് വ്യക്തമായിട്ട് അത് പറയുന്നുണ്ട്. അത് അങ്ങനെ തന്നെ പഠിച്ചുപോയി. നിന്റെ മൂക്ക്, നിന്റെ തൊണ്ട എന്നിവിടങ്ങളിലെ ശ്ലേഷ്മ സ്ഥലത്തെ ബാധിക്കുന്ന അസുഖമാണ് എന്തെന്ന് പറയുന്നത്, നമുക്ക് നമ്മുടെ ഡിഫ്തീരിയ എന്ന് പറയുന്ന അസുഖം. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യം, എംഫീസിമ എന്ന രോഗത്തിന്റെ കാരണം എന്ത്? മദ്യപാനമാണോ, രക്തസമ്മർദ്ദമാണോ, ഫാറ്റി ലിവർ ആണോ, അതോ പുകവലിയാണോ? പെട്ടെന്ന് പറഞ്ഞേ, എംഫീസിമ എന്ന രോഗത്തിന്റെ കാരണം എന്താണ്? എംഫീസിമ എന്ന രോഗത്തിന്റെ കാരണം, എംഫീസിമ എന്ന രോഗത്തിന്റെ കാരണം പുകവലിയാണ് അല്ലെ. അപ്പൊ നമുക്ക് അവിടെ ഈ പുകവലിയുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ പുകവലി മൂലം ഉണ്ടാകുന്ന അസുഖങ്ങൾ എന്തൊക്കെ അല്ലെങ്കിൽ തകരാറുകൾ എന്തൊക്കെയെന്ന് ചോദിച്ചാൽ, പുകവലി മൂലം നമ്മുടെ നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന അസുഖം ചോദിച്ചാൽ പക്ഷാഘാതം. പുകവലി മൂലം നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന അസുഖം ചോദിച്ചാൽ പക്ഷാഘാതം. പുകവലി മൂലം ശ്വാസകോശത്തെ ബാധിക്കുന്ന അസുഖം ചോദിച്ചാൽ നമുക്കൊന്ന് ഈ പറഞ്ഞ എംഫീസിമ പറയാം, രണ്ടാമത് ബ്രോങ്കൈറ്റിസ് പറയാം, അതുപോലെ ശ്വാസകോശ അർബുദം പറയാം. അപ്പൊ പുകവലിയുമായി ബന്ധപ്പെട്ടിട്ട് നമുക്കുണ്ടാകുന്ന അസുഖം ചോദിച്ചാൽ നമുക്ക് പറയാം, ഒന്ന് പക്ഷാഘാതം. പക്ഷാഘാതം ശ്വാസകോശത്തെ അല്ല, പക്ഷാഘാതം നാഡീവ്യവസ്ഥയെ ബാധിക്കുന്നു. ശ്വാസകോശത്തെ ബാധിക്കുന്നു നമുക്ക് ബ്രോങ്കൈറ്റിസ് പറയാം, അതുപോലെ എംഫീസിമ പറയാം, അതുപോലെ ശ്വാസകോശ അർബുദം. ഇതൊക്കെ നമുക്ക് എന്തിനകത്ത് പറയാം, പുകവലി മൂലം ഉണ്ടാകുന്ന ശ്വാസകോശ രോഗങ്ങളിൽ പറയാം. എന്താണ് എംഫീസിമ എന്ന് ചോദിച്ചാൽ നമ്മൾ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, നമ്മുടെ ഈ ശ്വാസകോശത്തിന് അറകളുണ്ടല്ലോ, ആൽവിയോൾ എന്ന് പറയും, വായു അറകൾ. ഈ വായുവറുടെ ഇലാസ്റ്റിക് നഷ്ടപ്പെടുന്നതാണ് എംഫീസിമയ്ക്ക് കാരണം എന്ന് ഒറ്റ വാക്കിൽ ഉത്തരം പറയാം. ബ്രോങ്കൈറ്റിസിന് കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ, ശ്വാസകോശത്തിലോട്ട് ഈ നമ്മൾ സിഗരറ്റ് വലിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ടാർ, അതുപോലെ കാർബൺ മോണോക്സൈഡ് ഇതുപോലുള്ള സാധനങ്ങൾ അവിടെ അടിയുകയും അവിടെ കൂടുതൽ ബാക്ടീരിയാസ് ഒക്കെ രോഗാണുക്കൾ ഉണ്ടാവുകയും അങ്ങനെ ആ ഭാഗത്തിന് വീക്കം ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് നമ്മൾ ബ്രോങ്കൈറ്റിസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ശ്വാസകോശത്തിന്റെ വീക്കമാണ് ബ്രോങ്കൈറ്റിസ് എന്ന് പറയുന്നത്. ശ്വാസകോശത്തിലെ വായുവറയുടെ ഇലാസ്തികത നഷ്ടപ്പെടുന്നതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, എംഫീസിമ എന്ന് പറയുന്നത്. ഓക്കെ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ആ പോയിന്റ് ഒന്ന് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെച്ചേക്കുക. ഓക്കെ അല്ലേ? പിന്നെ നമുക്ക് അതിനകത്ത് ആ ഓപ്ഷനകത്തുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത്, രക്തസമ്മർദ്ദം എന്ന് പറയുന്നത് ഒരാളുടെ നോർമൽ രക്തസമ്മർദ്ദം എത്രയാണ്ട 80/120 ആണ് അല്ലെ. ഒരാളുടെ നോർമൽ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് എത്രയാണ്ട 80/120 അല്ലെ. 80 എന്ന് പറയുന്നത് സിസ്റ്റോളിക് പ്രഷറും അല്ലെ, 80 എന്ന് പറയുന്നത് സിസ്റ്റോളിക് പ്രഷറും 120/80 120 എന്ന് പറയുന്നത് സിസ്റ്റോളിക് പ്രഷറും 80 എന്ന് പറയുന്നത് ഡയസ്റ്റോളിക് പ്രഷറുമാണ്. ഒരാളുടെ സിസ്റ്റോളിക് പ്രഷർ എന്ന് പറയുന്നത് 120ഉം ഡയസ്റ്റോളിക് പ്രഷർ എന്ന് പറയുന്നത് 80ഉമാണ്. ഈ സിസ്റ്റോളിക് പ്രഷർ മൈനസ് ഡയസ്റ്റോളിക് പ്രഷറിന് നമ്മൾ പറയുന്ന പേരാണ് പൾസ് പ്രഷർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരാളുടെ പൾസ് പ്രഷർ എത്രയാണ് എന്ന് ചോദിച്ചാൽ അത് 40 ആണ് കേട്ടോ. ഒരാളുടെ പൾസ് പ്രഷർ എത്രയാണ് എന്ന് ചോദിച്ചാൽ അവിടുത്തെ ഉത്തരം എത്രയാണ്ട് 40 ആണ്. ക്ലിയർ ആണല്ലോ പോയിന്റ്? ഓക്കെ അല്ലേ? ഇനി അടുത്ത്, ലോകാരോഗ്യ സംഘടന വസൂരി രോഗം നിർമ്മാർജ്ജനം പ്രഖ്യാപിച്ചത് എന്നാണ് നമ്മുടെ അടുത്ത ചോദ്യം. 1980 മെയ് 8, 1975 മെയ് 17, 1975 മെയ് 24, 1975 ജൂലൈ 5. ഇവിടെ നമ്മുടെ കറക്റ്റ് ആൻസർ എന്താ? ലോകാരോഗ്യ സംഘടന വസൂരി നിർമ്മാർജ്ജനം ചെയ്തു എന്ന് പ്രഖ്യാപിച്ചത് 1980 മെയ് 8 തീയതിയാണ് കേട്ടോ. 1980 മെയ് 8. 1977 ലോകത്തിൽ അവസാനമായി വസൂരി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. എന്നിട്ട് ഒരു 3 വർഷത്തിന് ശേഷം 1980 വസൂരി എന്ത് ചെയ്തു? ലോകത്ത് നിന്നും പൂർണ്ണമായി തുടച്ചു നീക്കപ്പെട്ടു എന്ന് ഐക്യരാഷ്ട്രസഭ പ്രഖ്യാപിച്ചു. ഐക്യരാഷ്ട്രസഭയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഏപ്രിൽ 7 അല്ലെ, ഐക്യരാഷ്ട്രസഭയുമായി ബന്ധപ്പെട്ടിട്ട് ഐക്യരാഷ്ട്രസഭ ലോകാരോഗ്യ സംഘടന ആരംഭിച്ചത് ഏപ്രിൽ 7. അതായത് 1948 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ തൊട്ടടുത്ത വർഷം 1948 ഏപ്രിൽ 7 ഐക്യരാഷ്ട്രസഭ എന്ത് പ്രഖ്യാപിച്ചു? എന്ത് ഉണ്ടാക്കി? ലോകാരോഗ്യ സംഘടന ഉണ്ടാക്കി.
അതുകൊണ്ടാണ് ലോകാരോഗ്യ ദിനമായിട്ട് നമ്മൾ ഏപ്രിൽ 7 പറയുന്നത് അല്ലെ. ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനമായിട്ട് പറയുന്നത്. പിന്നെ നമുക്ക് വസൂരിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ നമ്മൾ വസൂരി ലോകത്തും തുറച്ചു നീക്കപ്പെട്ടതിൽ നന്ദി പറയേണ്ട ഒരാളുണ്ട്, എഡ്വേർഡ് ജെന്നർ. വസൂരി വാക്സിൻ കണ്ടെത്തിയ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്, എഡ്വേർഡ് ജെന്നർ എന്ന് പറയുന്നത് അല്ലെ. വസൂരി വാക്സിൻ കണ്ടെത്തിയ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്, എഡ്വേർഡ് ജെന്നർ. പിന്നെ നമുക്ക് എഡ്വേർഡ് ജെന്നറിൽ പറയാം രോഗപ്രതിരോധ ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്ട, അതും എഡ്വേർഡ് ജെന്നർ ആണ്. അപ്പൊ രോഗപ്രതിരോധ ശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് പറയുന്ന വ്യക്തിയാണ് എഡ്വേർഡ് ജെന്നർ എന്ന് പറയുന്നത്. വസൂരി വാക്സിൻ കണ്ടെത്തിയത് എഡ്വേർഡ് ജെന്നർ ആണ്. ആദ്യമായി കണ്ടെത്തിയ വാക്സിൻ എന്ന് പറയുന്നതും ഏത് വാക്സിനാണ്, വസൂരി വാക്സിൻ ആണ്. വസൂരി ലോകാരോഗ്യ സംഘടന തുറച്ചു നീക്കപ്പെട്ടു എന്ന് പ്രഖ്യാപിച്ച വർഷം 1980 മെയ് 4-ാം തീയതിയാണ് എന്നത് ഓർക്കുക. ക്ലിയർ അല്ലേ? ഇനി അടുത്തൊരു ചോദ്യം, കൊഴുപ്പിൽ ലയിക്കാത്ത വിറ്റാമിൻ ഏത്? കൊഴുപ്പിൽ ലയിക്കാത്ത വിറ്റാമിൻ നോക്കടാ. കൊഴുപ്പിൽ ലയിക്കാത്ത വിറ്റാമിൻ ജീവകം എ, ജീവകം ഡി, ജീവകം കെ, ജീവകം സി. ഇവിടെ നമുക്കറിയാം ബി കോംപ്ലക്സും സിയുമാണ് ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ, ബാക്കിയെല്ലാം കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിൻ. അങ്ങനെ നോക്കുമ്പോൾ ഇവിടുത്തെ ഉത്തരം വിറ്റാമിൻ സി ആണ്. അപ്പൊ കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിൻ എയും ഡിയും ഇയും കെയും ആണെങ്കിൽ ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിൻ എന്ന് പറയുന്നത് പിന്നെ ബിയും സിയുമാണ്. അപ്പൊ നമുക്കൊരു സംശയം വരാം, ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിൻ എത്ര എണ്ണം ഉണ്ട് എന്ന് ചോദിച്ചാൽ പല ആൾക്കാരും പറയുന്ന ഉത്തരമാണ് 2 എണ്ണം, ബിയും സിയും. അങ്ങനെ അല്ല പറയേണ്ടത്, ബി 8 എണ്ണം ഉണ്ട്, ബി കോംപ്ലക്സ് 8, സി 1, അങ്ങനെ ആകെ മൊത്തം 9 ആണ്. ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിൻ എന്ന് പറയുന്നത് ആകെ മൊത്തം എത്ര ഉണ്ടാ, 9 വിറ്റാമിൻ ഉണ്ട്. ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിൻ ബി കോംപ്ലക്സും സി എന്ന് പറഞ്ഞപടി ബി കോംപ്ലക്സ് 8ഉം സി 1, അങ്ങനെ ആകെ മൊത്തം 9 എണ്ണമാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ സെക്ഷനിൽ ഇത്രയും ക്വസ്റ്റ്യൻ മതി. ബാക്കി നമുക്ക് അടുത്ത സെക്ഷനിൽ ഇതുപോലെ പടപടപടാന്ന് കുറെ ക്വസ്റ്റ്യൻസ് സ്പീഡപ്പ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. നമ്മുടെ ടെലഗ്രാം ചാനലിൽ നമുക്കൊരു ടെലഗ്രാം ചാനലുണ്ട്, അതിന്റെ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. ചാനലിൽ ജോയിൻ ചെയ്യാത്ത ആൾക്കാർ ചാനലിലേക്ക് ജോയിൻ ചെയ്തേക്കുക. അതിനകത്ത് ഡെയിലി ക്വിസും മറ്റു സംഭവങ്ങളും കറണ്ട് അഫയർ ഫാക്ട്സും ഒക്കെ നമ്മൾ അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, അപ്പോ വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ കാണുന്നവരേക്കും ബൈ, താങ്ക് യു.